ഷെയ്ഡിങ് ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് ഷെയ്ഡിങ് ഒട്ടും അറിഞ്ഞൂടാ, വലിയ പാടാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഷെയ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ വരയ്ക്കുന്ന ഷെയ്ഡിങ് ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട എപ്പോഴും പഠിക്കുമ്പോഴത്തേനും ബേസിക് സാധനം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു പെയിൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം നിന്നെന്നും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലായിരിക്കും വരയ്ക്കുന്നത്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. വാട്ടർ കളറിലായാലും ഓയിൽ പെയിലായാലും ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കൽ സൈഡ് നമ്മളെപ്പോഴും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ വരയ്ക്കുന്ന വർക്കിന് അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല. അത് പഠിക്കാത്തവർക്ക് അറിയാനും ബുദ്ധിമുട്ടായിരിക്കും. അവർ പറയും നമ്മുടെ വർക്ക് സൂപ്പറാണെന്ന് പറയും. പക്ഷേ അത് പഠിച്ച ഒരാൾ നോക്കുമ്പോഴത്തേക്ക് അതിന് മൊത്തം കറക്ഷൻസ് പോലെ തോന്നും. അപ്പോൾ ഞാൻ ഷെയ്ഡിങ്ങിൻ്റെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബേസിക് സാധനങ്ങളാണ്. അപ്പോൾ ഷെയ്ഡിങ് പലരും പല രീതിയിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞുതരാം. ആദ്യം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പെൻസിലെന്ന് പറയുന്നത് ഇത് 3B പെൻസിലാണ്. ഇപ്പോൾ നമ്മുടെ ഷെയ്ഡിങ്ങിന് ഉപയോഗിക്കുന്നത് 2B 3B അങ്ങനെ 8B അങ്ങനെ ഉണ്ട്. നമ്മൾ ഡാർക്ക്നെസ് അനുസരിച്ചാണ് ഈ 3B 2B എന്നൊക്കെ പറയുന്നത്. അല്ലാതെ സാധാരണ നമ്മൾ സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത് സാധാരണ നമ്മൾ 2H പെൻസിലായിരിക്കും. അതായത് ഇതുപോലത്തെ പെൻസിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ പെൻസിലാണ് 2H പെൻസിലാണ് നമ്മൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അതായത് നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. നമ്മളിപ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു സ്കെച്ച് ഇങ്ങനെ വരയ്ക്കുക, ഒരാളുടെ രൂപം അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കും, ഇതുപോലെ സ്കെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 2H പെൻസിലായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരയ്ക്കാനാണ് നമ്മൾ 2H പെൻസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2Bയോ അല്ലെങ്കിൽ 3Bയോ 4Bയോ അതിൻ്റെ ഡാർക്ക്നെസ് അനുസരിച്ച് നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിന് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതുപോലെ പിടിക്കുന്നു പെൻസിൽ, കണ്ട ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളതാണ്. ഇവിടെ അത് നല്ല പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഏരിയ നല്ല ഡാർക്കാവുന്നു. പിന്നെ ഇങ്ങനെ പ്രഷർ കുറച്ച് വരുമ്പോഴത്തേക്ക് ബ്ലണ്ടായി വരുന്നത്. അത് നിങ്ങൾക്കറിയില്ല, ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളെ രൂപം വരയ്ക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്തില്ല, ഡാർക്കും ലൈറ്റും കൊടുക്കണ്ടേ. അപ്പോൾ ഇതുപോലെ നല്ല പ്രഷർ കൊടുക്കുന്നിടത്ത് നല്ല ഡാർക്കായി വരും. പ്രഷർ കുറയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് വരയ്ക്കണ്ട, ലൈറ്റ് ആവുന്നുണ്ട്. ഈ അറ്റത്ത് നല്ല ലൈറ്റായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ അനുസരിച്ച് ഇങ്ങനെ വീണ്ടും കൊണ്ട് അതിൻ്റെ മുകളിലൊക്കെ ആക്കിയിട്ട് കുറച്ച് ഇങ്ങനെ വരാം, കണ്ട. ഓക്കെ, എന്നിട്ട് വളരെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പെൻസിലാണ് ഇങ്ങനെ വെള്ളം പിടിക്കുക. അപ്പോൾ നമ്മൾ നല്ല പ്രഷർ കുറഞ്ഞ് വരും, കണ്ട. ഇനി നമുക്കിതിനാണെങ്കിൽ ബ്ലെൻഡിങ് ടൂൾസ് ഉപയോഗിക്കാം. ബ്ലെൻഡിങ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലെൻഡിങ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും, കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ പല സൈസിലും ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു സൈസ് എടുത്ത്, ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ അഴുക്ക് പിടിച്ചിരിക്കണം, കുറേ നാൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അഴുക്ക് ഇങ്ങനെ പിടിക്കും. അതാണെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്കത് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ എല്ലാം കറുപ്പ് പറ്റും. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സാൻഡ് പേപ്പർ ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് പേര് ബ്ലെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ വരച്ച് ഇത് ബ്ലെൻഡ് ചെയ്യാൻ കാണുന്നുണ്ട്. ഇവിടെ നല്ല ബ്ലെൻഡിങ് കണ്ടെത്തി ഇങ്ങനെ പതുക്കെ വരച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറേ ഏരിയ കൊണ്ടുപോയാലും അത് ബ്ലെൻഡ് ആവത്തില്ല. അതാണ് ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഉരുട്ടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ അതല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉരുട്ടി ചെയ്യാം ഷെയ്ഡിങ്. നോക്കിക്കോളണേ, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എഡ്ജ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ച് പോയാൽ ചിലപ്പോൾ വെളിയിലൊക്കെ പോകും. ഓക്കെ, അല്ലെങ്കിൽ മാസ്ക് ഇട്ട് ചെയ്യണം. ഞാൻ അല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കി എടുക്കുക. പലരും ഞാൻ എപ്പോഴും പറയുന്നത് ഷെയ്ഡിങ് നമ്മൾ ഓരോരുത്തരും ഓരോ മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞത്. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ നല്ല ഉരുട്ടിയിട്ട് ചെയ്യണം. ഉരുട്ടുന്നുണ്ടായിരുന്നു പെൻസിൽ ഇങ്ങനെ ഉരുട്ടുന്നത്. അപ്പോൾ നല്ല പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ഡാർക്കാവും. നല്ല പ്രഷർ കൊടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഡാർക്കായി വരും. പ്രഷർ കുറച്ച് വരുമ്പോഴത്തേക്ക് അത് ലൈറ്റായി വരും. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഡാർക്കിന്ന് പിന്നെ ലൈറ്റായി വരണ്ടേ. അപ്പോൾ നമ്മൾ പ്രഷർ ഇങ്ങനെ കുറച്ച് വരും, കണ്ട. ഇവിടെ വരുന്നത്തേക്ക് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ പ്രഷർ ഇങ്ങനെ കുറച്ച്. ഓക്കെ, വീണ്ടും കുറച്ച് പ്രഷർ കുറച്ച്. ഓക്കെ, പ്രഷർ ഇങ്ങനെ കുറച്ച് വന്നു. ഓക്കെ, ഇവിടെ വന്നപ്പോൾ നല്ല പ്രഷർ കുറച്ച്. എന്നിട്ട് നമുക്ക് തൃപ്തി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ആ ബ്ലെൻഡിങ് ടൂൾസിൻ്റെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ബ്ലെൻഡിങ്ങിൻ്റെ പല ടൈപ്പ് ഉണ്ടാകും. ബ്ലെൻഡിങ്ങിൻ്റെ പല സൈസിൽ കിട്ടും. നമുക്ക് ചെറിയൊരു സൈസാണെങ്കിൽ നമുക്ക് ചെറിയ സൈസിൻ്റെ എടുത്താൽ മതിയാവും, കണ്ട, ചെറിയ സൈസ്. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ട് നമുക്കിത് അങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ട ബ്ലെൻഡ്
എന്നിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയാണെങ്കിലും നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. നോക്കും അതിപ്പോൾ എന്തെങ്കിലും ഒരു ഫേസിൻ്റെ ഒരു ഒരാളെ മൂക്ക് വരയ്ക്കും. അപ്പം ആദ്യം നമുക്കത് 2H പെൻസിലിട്ട് വരച്ചാൽ മതി. ഇങ്ങനെ ഒരു ഷെയ്ഡ് ചെയ്യുന്ന മുമ്പേ നമുക്ക് ഒരാളെ ഫേസ് എല്ലാം വരയ്ക്കുകയാണെങ്കിൽ 2H പെൻസിൽ ഉപയോഗിക്കേണ്ട മൂക്കാണെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയൊരു പോർഷൻ നമ്മളങ്ങനെ ഷെയ്ഡ് മൂക്കിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് ഉരുട്ടി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് വയ്ക്കും. ഇവിടെ അറ്റം വരുമ്പോൾ ഒന്ന് ഡാർക്ക് ആയിക്കോട്ടെ, ഡാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്നും കൂടെ ഇങ്ങനെ ഡാർക്ക് ആകും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കാം. കണ്ട ഉരുട്ടി പ്രഷർ ഇങ്ങനെ കുറച്ച് ആ ഷെയ്ഡിങ്ങിനനുസരിച്ച് നമ്മൾ പ്രഷർ കുറച്ച് വരും. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രഷർ ഇങ്ങനെ ഇവിടെ മൂക്കിൻ്റെ ഇത് വരുമ്പോൾ ഡാർക്ക്നെസ് കൂട്ടി ആ ഷെയ്ഡിങ് എന്താണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെയാണെങ്കിൽ ഇവിടെ ഇതുപോലെ ഈ ബ്ലെൻഡിങ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് കണ്ട് ഈ ഇറേസർ കണ്ടിട്ടുണ്ടാവും. ഈ ഇറേസർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിപ്പോൾ ഇതിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ കൂടി ചിലപ്പോൾ ചെയ്തുകൊണ്ട് കഴിയുമ്പോൾ ഡാർക്ക്നെസ് കൂടിയാണെങ്കിൽ ഈ ഒരു ഇറേസർ എടുക്കുക. ഓക്കെ, ഇതെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒപ്പി കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ഡാർക്ക്നെസ് എല്ലാം കൂടെ കുറയ്ക്കൊക്കെ നമുക്ക് ചെയ്യാണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ ഒപ്പി എടുക്കണമെങ്കിൽ ഡാർക്ക്നെസ് കൂടുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി അത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഇറേസർ എപ്പോഴും നല്ലതാണ്. ഓക്കെ, ബേസിക് സാധനം ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നതനുസരിച്ചാണ് ഡ്രോയിങ് ആണ്. നമ്മൾ ബേസിക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡ്രോയിങ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ ഡാർക്ക്നെസ് ആണെങ്കിൽ ഞാൻ പ്രഷർ ഇങ്ങനെ കൊടുക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ ഷെയ്ഡിങ്ങിന്. അത്ര നിങ്ങൾ വലിയ സംഭവമൊന്നുമല്ല, ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നു. ഓക്കെ, ചിലർ എനിക്ക് ഷെയ്ഡ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ടതില്ല. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ ആക്കണ്ട. പ്രഷർ ഇങ്ങനെ നന്നായിട്ട് കൊടുക്കുമ്പോൾ നല്ല ഡാർക്ക് ആകും, പ്രഷർ കുറയ്ക്കുമ്പോൾ ലൈറ്റായി വരും. ഓക്കെ, അത് ഏത് മെത്തേഡിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉരുട്ടി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ വെറുതെ ഇങ്ങനെ ലൈൻസ് കണക്ക് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പെൻസിൽ ഇങ്ങനെ പിടിയിട്ട് ആ മെത്തേഡിലും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡാർക്കുള്ള ഏരിയയിൽ നന്നായിട്ട് പ്രഷർ കൊടുക്കണം. ഡാർക്ക് കുറയുമ്പോൾ പ്രഷർ ഇങ്ങനെ കുറച്ച് കൊടുക്കണം. കണ്ട പ്രഷർ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ബ്ലെൻഡിങ്ങിൻ്റെ ആ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യാം. നോക്കി, ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ബേസിക് ടെക്നിക്കിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മളെ വർക്കുകളിൽ അപ്ലൈ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഓക്കെ.